അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ നമ്മുടെ റൂമിലെ ബോട്ടിലെ വെള്ളം കാലിയാണ്. നേരെ തൊട്ടടുത്ത് മസരിയുടെ ടാങ്കിലേക്ക് വെള്ളം പിടിക്കാനായിട്ട് നടന്നു. വെള്ളം ഉണ്ടോ വെച്ചാൽ വെള്ളമുണ്ട്. നമ്മൾ ഭക്ഷണം വെക്കാനും മറ്റു ആവശ്യങ്ങൾക്കായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുടിക്കാൻ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കാറ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക്. വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പ് പുഴുങ്ങിയ മുട്ടയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങുമാണ് നമ്മൾ കഴിച്ചതെന്ന്. ഓണവും നബിദിനൊക്കെ ഏകദേശം ഒന്നിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താമെന്ന് കരുതി. അന്നത്തെ ഫുഡിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. ഇസ്മായിൽ സാഹിബിന്റെ കിടിലം ബീഫ് മന്തി ആയിരുന്നു. നമ്മൾ ജനിച്ചത് നാട്ടിൻപുറത്തായതുകൊണ്ടും സാധാരണക്കാരന്റെ ഇടയിലായതുകൊണ്ടും തന്നെ ഓണവും ക്രിസ്മസും വിഷുവും പെരുന്നാളും നബിദിനും എന്തായാലും നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യും. അന്ന് നബീനത്തിന്റെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട് വിളിക്കുന്ന ഒരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാണ്ടെന്ന് വരുമോ വെച്ചിട്ട് അങ്ങനെ നമ്മൾ വേറെ പോയി. ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കയറി കാണുക. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു. നമ്മൾ നേരെ ജുമാസ്കാരത്തിന് ശേഷം ലുലുവിൽ പോയി നമ്മൾ ഓർഡർ ചെയ്ത സദ്യയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം രാത്രി നമുക്ക് നെസ്റ്റോയിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്കും പോയി. ചുരുക്കം പറഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ നല്ല തിരക്കിലായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.